ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിനായി നിങ്ങൾ ഒരുങ്ങേണ്ടത് എങ്ങനെ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തംബ്നെയിലിൽ 3 ചിത്രങ്ങളുണ്ട്. ഇവിടെ 3 ഡെക്കുകൾ നിങ്ങൾക്ക് കാണാം. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം സെപ്റ്റംബർ മാസത്തിനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. സെപ്റ്റംബർ മാസത്തിനായിട്ട് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. സെപ്റ്റംബർ മാസം മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് പറയുന്ന കുറുക്കുവഴികൾ ഒരു കാരണവശാലും സ്വീകരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ, ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ച അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് വല്ല കുറുക്കുവഴി ഉപദേശിക്കുകയാണ്, നേരായ വഴിയല്ലാത്ത, ഓക്കെ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല എല്ലാവരും ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ചെയ്യാൻ നിൽക്കണ്ട. അവരാരും കുടുങ്ങിണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് കിട്ടുന്നത്. ചില സമയത്ത് നമ്മൾ കാണാറുണ്ടല്ലോ അല്ലെ, ചിലവര് അതുവരെ ആ ഒരു എന്താ പറയുക ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഒരാള് ഒരു സ്പെസിഫിക് ആൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കാം ഉപയോഗിക്കുന്നത്, നിങ്ങൾക്കാണ്, നിങ്ങൾ അവിടെ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അതേ ഒരു എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ, സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കുറുക്കുവഴി ഒരിക്കലും സ്വീകരിക്കരുത്. നമുക്ക് എല്ലാം നേരായ മാർഗത്തോടെ വ്യക്തത വരുത്തേണ്ടടുത്ത് വ്യക്തത വരുത്തിക്കൊണ്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷെ അത് നേരായ വഴിയാണ്. അവിടെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ദോഷം ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ചയിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോ ചില സഹായങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു എന്താ പറയാ, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എന്താണോ അതിനോട് ഏറ്റവും അലൈൻഡ് ആയി നിൽക്കുന്ന ആ സപ്പോർട്ട്, ആ ഒരു ഹെൽപ്പ്, അതിനെ നിങ്ങൾ സ്വീകരിക്കണം. അതാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് കരിയറിൽ മുൻപ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായപ്പോ അന്ന് നിങ്ങളെ സഹായിക്കാതെ ഇരുന്ന ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഇപ്പോ നിങ്ങളെ സഹായിക്കാൻ വരുന്നത്. അപ്പൊ ഉള്ളില് അന്ന് എനിക്ക് സഹായം വേണ്ടിയിരുന്നു, അപ്പൊ ചെയ്തില്ലേ, പിന്നെ ഇപ്പൊ വന്നേക്കുക എന്ന് പറഞ്ഞിട്ട് ആ സഹായം തട്ടിക്കളയരുത്. അത് കഴിഞ്ഞു പോയി ഇല്ലേ. അവര് ചിലപ്പോ അവർക്ക് അന്ന് ചെയ്തത് തെറ്റാണെന്നുള്ളിലുള്ള തോന്നൽ കൊണ്ടായിരിക്കാം തിരിച്ചു വരുന്നത്, നിങ്ങൾക്ക് ഒരു സഹായിക്കണം, ആ ഒരു തെറ്റ് തിരുത്തണം എന്നുള്ള ഇന്റൻഷനിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത് ചോദിക്കാം. അപ്പൊ എന്തുകൊണ്ട് അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തില്ല, അന്ന് എനിക്ക് എന്തോ ഒരു ഹെൽപ്പ് ആവശ്യമായിരുന്നു എന്നറിയോ എന്നൊക്കെ പറഞ്ഞൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദേഷ്യപ്പെടാനല്ല പറയണേ, വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഒരു ഹെൽപ്പ് വരുന്നു എന്ന് കണ്ടിട്ട് അത് വീണ്ടും പറയുന്നു, അതിനെ അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് സ്വീകരിക്കല്ല വേണ്ടത്. നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ വ്യക്തതകൾ വരുത്തണമോ അതൊക്കെ വരുത്തുക, അതിനെക്കുറിച്ച് അറിയുക. അവർ പറയുന്ന സഹായങ്ങൾ, അവർ നിങ്ങൾക്ക് നേരെ നീട്ടുന്ന സഹായങ്ങൾ അത് ഏത് തരത്തിലാണ്, എങ്ങനെയാണ്, നിങ്ങളത് എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, കണ്ണടച്ചാ എനിക്കൊരു ഹെൽപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് എടുക്കല്ല വേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അതായത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഇത്രേ പറയുന്നുള്ളൂ. ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നേരായ വഴി കൂടെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെ സഹായങ്ങൾ, പ്രതീക്ഷിക്കാത്ത ചില അവസരങ്ങൾ, ഓക്കെ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ലഭിക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്.
അന്നേരം നിങ്ങൾ പകച്ചു നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിട്ട് ഒരു ഓഫറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിനെ നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, അവിടെ നിങ്ങളുടെ ധൈര്യം, അതായത് നിങ്ങളുടെ ഒരു ആത്മവിശ്വാസക്കുറവ് കൊണ്ട് അതിനെ വേണ്ടാന്ന് വെക്കരുതെന്ന്. കാരണം ആ ധൈര്യത്തോടെ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ റെഡി ആണെന്ന് മനസ്സിലാക്കുക. ആ അവസരം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സാധിക്കും. നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, അവിടെ ഭയന്ന് നിൽക്കാനോ അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും അത് പറ്റില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളെ കൊണ്ട് പറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല. അതങ്ങനെയാണ്. ഓക്കെ, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ പ്രത്യേകിച്ചും എന്തെങ്കിലും ആ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു അവസരം, ഒരു പേടി, ഒരു കോൺഫിഡൻസ് കുറവ്, നിങ്ങളൊരു തോന്നലാണ് നിങ്ങളെ കൊണ്ട് പറ്റില്ല, ഒരൊറ്റ കാരണം കൊണ്ട് അത് വേണ്ടാന്ന് വെക്കാൻ പാടില്ല. Clarify the High Priestess. Clarify the High Priestess. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ച ചില അവസരങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട് ചില ജോലിനെയായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ജോലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, ഓക്കെ, അതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെസ്സേജാണ് നമുക്ക് സ്ട്രോങ് ആയി കിട്ടുന്നത്. അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ചില അവസരങ്ങൾ നിങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ചില അവസരങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല ഈ മാസം. അവിടെ അപ്പൊ കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് നിൽക്കാൻ പാടില്ല എന്ന്. കണ്ടോ, ഈ ഒരു 3 of Cups ഇവിടെ വീണെടുക്കുന്നുണ്ടോ? അതായത് നിങ്ങൾ കിട്ടുന്ന അത്രയും ഉറപ്പിച്ച് ചില അവസരങ്ങളാവും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ പോവുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പുറത്ത്, ഓക്കെ, അതിന് പിന്നാലെ അതിനേക്കാൾ മികച്ചത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ പക്ഷെ നിങ്ങൾ വിഷമിച്ച് സങ്കടപ്പെട്ട് എനിക്ക് അല്ലെങ്കിലും ഇതൊന്നും കിട്ടാനുള്ള അർഹത എനിക്കില്ല, അങ്ങനെ പിന്നെ കുറേ എന്താ പറയണ്ടേ നെഗറ്റീവ് ടോക്കൊക്കെ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ അവസരം നിങ്ങൾ കണ്ടെത്തൂല, അത് നിങ്ങൾ അലൈൻഡ് ആകില്ല, വരാൻ കാലതാമസം എടുക്കും. പക്ഷെ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം ആ ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിനേക്കാൾ നല്ലത് ആണ് എനിക്ക് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇതല്ല, ഇതിനേക്കാൾ നല്ലതാണ്, ഇതിനേക്കാൾ മികച്ചതാണ് എനിക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. ആ ഒരു ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വരുന്നത് ഇതിനേക്കാൾ മികച്ചതാണ് എന്നുള്ളത്. ആ ഇൻറ്റ്യൂഷനെയാണ് വിശ്വസിക്കേണ്ടത്. ഓക്കെ, അതുപോലെ ഞാൻ കേൾക്കുന്നത് യു ഡിസേർവ് ബെറ്റർ. അപ്പൊ ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു സാഹചര്യത്തിലും ബന്ധങ്ങളിലായിരിക്കും എന്തിലായിരിക്കാം, എന്തെങ്കിലും അവസാനിച്ചു പോകുമ്പോൾ, എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. ഈ മാസത്തിൽ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ഡിസേർവ് ബെറ്റർ. അത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ടതാണ്. അങ്ങനത്തെ അവസരങ്ങൾ നിങ്ങൾക്ക് ഒരു സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നഷ്ടബോധം തോന്നുകയാണ്, നിങ്ങൾക്ക് ഒരു നിരാശയൊക്കെ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ സ്വയം പറയേണ്ടതാണ്, അല്ല ഐ ഡിസേർവ് ബെറ്റർ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇതിനേക്കാൾ മികച്ചത് അർഹിക്കുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാര്യം നടക്കാതെ പോയത്. ചിലപ്പോൾ ചില ഫ്രണ്ട്ഷിപ്പ് അവസാനിക്കുന്നതായിരിക്കാം, കാരണം നിങ്ങൾ അതിനേക്കാൾ നല്ല സുഹൃത്തുക്കളെയാണ് നിങ്ങൾ അർഹിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ കാണാനായിട്ട്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് പോസിറ്റീവായിട്ട് ഇരിക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ അവസാനിച്ചു പോകുമ്പോൾ എനിക്കത് നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ഇതിനേക്കാൾ മികച്ചതാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാൾ മികച്ചതാണ് അർഹിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ടോൺ വന്നു. മനസ്സിലായില്ലേ? അവിടെ ഒരു എക്സ്പെക്ടേഷൻ വന്നു, നിരാശയില്ല. അപ്പൊ അങ്ങനെ ആയിരിക്കാൻ പറയുന്നു. അപ്പൊ എന്താ വെച്ചാൽ കൂടുതൽ നിങ്ങൾ ഒരു ഹയർ വൈബ്രേഷൻ, ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എത്തുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ, കൂടുതൽ ബ്ലെസ്സിങ്സ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ജോലിയിൽ എന്തെങ്കിലും ഒരു നിരാശ മുൻപ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് അത്രയും വലിയ നഷ്ടം സംഭവിച്ചതായിട്ട്, ഓക്കെ, നിങ്ങൾ അത്രയും പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം സംഭവിച്ചതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിലാണ് നിങ്ങൾക്ക് അവിടെ ആ ഒരു ജസ്റ്റിസ് കൊണ്ടുവരുന്നത് യൂണിവേഴ്സ്. ഓക്കെ, ആ നഷ്ടപ്പെട്ടതിന് പകരം അതിനേക്കാൾ മികച്ച ഒരു അവസരം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ അതിന് പൂർണ്ണമായിട്ടും അർഹതയുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഹൈപ്പ് ചെയ്തുകൊണ്ട് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുക. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്നെ വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദയവ് ചെയ്ത് കോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, കോളുകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾക്ക് വളരെ മികച്ച ഒരു സെപ്റ്റംബർ മാസം ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തമ്മിലിത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ സെപ്റ്റംബർ മാസം മികച്ചതാക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ സെപ്റ്റംബർ മാസം മികച്ചതാക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ആദ്യമേ പറയുന്നത് നിങ്ങൾ അർഹിക്കുന്നു, നിങ്ങൾക്ക് ഒരു ലെവൽ ഓഫ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അത് നിങ്ങൾ അർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയാ അത്യാഗ്രഹമല്ല, അത് നിങ്ങൾ അർഹതപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് എന്നൊരു ബോധ്യത്തോടെ അതിനു വേണ്ടി പരിശ്രമിക്കാനാണ് നിങ്ങളോട് പറയുന്നത് സെപ്റ്റംബർ മാസത്തിൽ. ഓക്കെ, അതൊരു കാരണവശാലും നിങ്ങൾ വിചാരിച്ച സ്പീഡിൽ റിസൾട്ട് കാണുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ പരിശ്രമം വേണ്ടാന്ന് വെക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷൂറിയസ് ലൈഫ് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. പക്ഷെ അവിടെ നിങ്ങളുടെ ക്ഷമ ഈശ്വരൻ നല്ലവണ്ണം പരീക്ഷിക്കും. ഓക്കെ, കാരണം നിങ്ങൾക്ക് അതിന് അർഹതയുള്ളത് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ മാത്രമാണ് അത് നിങ്ങളിലേക്ക് വരിക. അത് അത്യാഗ്രഹമാണ്, അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ചിന്തകൾ ഉള്ളിലുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളിലേക്ക് വരില്ല, സമയമെടുക്കും. കാരണം നിങ്ങളുടെ ആ ചിന്താഗതിയിലൊക്കെ മാറ്റം വരണം. ഓക്കെ, അതാണ് കാണുന്നത്. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്തൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും, ഓക്കെ, എന്ത് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ പ്രഷറോടെ എടുക്കാതിരിക്കാൻ പറയുന്നു. മറ്റുള്ളവർ പ്രഷർ ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടോ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരിക്കലും ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക, മനസ്സ് സ്വസ്ഥമാവണം, ശാന്തമാകണം. എന്നാൽ മാത്രമാണ് മികച്ച ഒരു തീരുമാനം നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ, അത് ഏതൊരു വിഷയമാണെങ്കിലും ആകാം, അതിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എടുത്തോ പിടിച്ചോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. അത് വളരെ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്താ പറയുക ഒരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ചെയ്ത എന്താ പറയാ കുട്ടികൾ ചെയ്യണ പോലെ ചൈൽഡിഷ് ആയിട്ട് ആൾക്കാർ കാണും, അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സന്തോഷം തരുന്ന, ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കുഞ്ഞുകാലത്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങളായിരിക്കാം. അപ്പോ അല്ലെങ്കിൽ വേണം എന്ന് ആഗ്രഹിച്ച ചിലപ്പോൾ ചില കളിപ്പാട്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാനായിട്ട് കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, വാങ്ങുക. ഞാൻ അത് വാങ്ങിയ ആൾക്കാർ എന്താ വിചാരിക്കുക, ആൾക്കാർ എന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ, അവരിങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യില്ല. ഓക്കെ, ഒരു കാര്യം നമ്മൾ ഒരു അടി മുന്നോട്ട് വെക്കില്ല. കാരണം അവരിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവർ ചിന്തിക്കട്ടെ. ഓക്കെ, അത് അവരെന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അതിന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങൾക്കും തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണോ? അവർ ചിന്തിക്കുന്നത് അവരെന്താണെന്ന് ചിന്തിക്കട്ടെ. അവർ ചിന്തിക്കുന്നതല്ല നിങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമാകുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ആശ, പ്രത്യേകിച്ച് കുഞ്ഞിക്കാലത്ത് നിങ്ങൾക്ക് വാങ്ങണം എന്ന് ആഗ്രഹിച്ച, വേണം എന്ന് ആഗ്രഹിച്ച ചില കളിപ്പാട്ടങ്ങള്, ചിലപ്പോ ചില എന്താ പറയാ ആക്സസറീസ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, അത് അങ്ങനെ അതിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ കാണാനായി, അപ്പൊ നിങ്ങൾക്ക് ഞാൻ കുഞ്ഞിക്കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചതാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അത് വാങ്ങാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അത് വാങ്ങുക. കാരണം ആ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ട് ഹീലിംഗ് ആണ് അവിടെ നടക്കുന്നത്. കാരണം നിങ്ങളുടെ കുഞ്ഞിക്കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ നടത്തിയെടുക്കുമ്പോൾ അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്, അവിടെ ഒരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സിബിഷന് പോയപ്പോൾ, ഇവിടെ തൃശ്ശൂർ നമുക്ക് എക്സിബിഷൻ ഉണ്ട് പൂരത്തിനോടനുബന്ധിച്ച് പോയപ്പോൾ, അവിടെ ബട്ടർഫ്ലൈ ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ തുമ്പിയുടെ ഇങ്ങനെ ചിറക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുഞ്ഞിക്കാലത്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടം. ആ സമയത്ത് ഞങ്ങള് ചെറുതായിരുന്നപ്പോൾ, ഓക്കെ, ഞാൻ മില്ലേനിയൽസിൽ വരുന്ന ആളാണ്. അപ്പൊ ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ, കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ
ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ് എന്ന് പറയുന്നത്, അതായത് ഈ പൂമ്പാറ്റയാണ് അതിൽ ഇപ്പോഴത്തെ മറ്റേ ബട്ടർഫ്ലൈ ക്ലോ ക്ലിപ്പിനെ അല്ല പറയണേ, ബട്ടർഫ്ലൈ ക്ലിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ആ ഒരു സമയത്ത്. കളർഫുൾ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഓക്കെ, അങ്ങനെ അത് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ തലയിൽ വെച്ച് വരുന്ന കണ്ടിട്ട് ഒരുപാട് കൊതിയായിട്ട് അങ്ങനെ ആറ്റുനോറ്റ് ഞാൻ ഒരെണ്ണം അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് അതിന്റെ ഒരു ചിറക് ഒടിഞ്ഞിരിക്കുക. അന്നൊന്നും ഇങ്ങനെ കൊണ്ടുപോയി മാറ്റുന്ന പരിപാടി എല്ലാ കടകളിലും ഇല്ല. അപ്പൊ പിന്നെ ആ ഒടിഞ്ഞ ചിറകുള്ളത് വെച്ച് എനിക്ക് പോണ്ടി വന്നു. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ആയിരുന്നു. പക്ഷെ അതിന്റെ ഒരു ചിറക് ഒരെണ്ണം മാത്രമാണ് ഇങ്ങനെ ആടുള്ളൂ, മറ്റേത് ഇങ്ങനെ ഒടിഞ്ഞ് കെടുക്കുകയായിരുന്നു. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു ആ ഒരു സമയത്ത്. അത് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ളതും എനിക്കത് എന്താ പറയാ, അത് മാറ്റേണ്ട ഒരു കാര്യം എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് പിന്നെ എക്സിബിഷന് പോയപ്പോഴാണ്. കഴിഞ്ഞ ഒരു എക്സിബിഷന്, കഴിഞ്ഞ കൊല്ലമല്ല അതിന് മുന്നത്തെ കൊല്ലം തോന്നുന്നു, എക്സിബിഷന് പോയപ്പം അവിടെ ഈ സെയിം ബട്ടർഫ്ലൈ ക്ലിപ്പ് വന്നിരിക്കണു. അത് പക്ഷെ ഫുൾ സിൽവർ ആണ്. പക്ഷെ ആ ക്ലിപ്പ് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു എക്സൈറ്റ്മെന്റ് വന്നു, ഒരു സന്തോഷം വന്നു. ഞാൻ പറഞ്ഞു അയ്യോ ഇതെനിക്ക് ഒരുപാട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, ദേ ഇതിന്റെ ചിറക് രണ്ടും നന്നായി ആടുണ്ട്. കാരണം ഇപ്പൊ അത് അന്നൊക്കെ നമുക്ക് കിട്ടുമ്പോൾ കവറിലൊക്കെ വെച്ച് പൊതിഞ്ഞ് അത് പൊട്ടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് വീട്ടിൽ വന്നിട്ടേ തുറക്കുള്ളൂ. തുറന്നപ്പോ ഇത് ഈ അവസ്ഥയായിരുന്നു. അപ്പൊ ഈ ഇത് കവറിലൊന്നും ഇടാതിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോ എന്റെ ചേച്ചിയെ പറഞ്ഞത് നിനക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നീ വാങ്ങിക്കോ. ഞാൻ പറഞ്ഞു ഇത് എവിടെ കുത്തി നടക്കാനാ ചേച്ചി പറഞ്ഞു. അതെന്താ, നിനക്ക് ഇഷ്ടമുള്ളതാണ്, നീ അത്ര ആഗ്രഹിച്ചതാണ്, അത് നീ വാങ്ങണം, നിനക്ക് ഇപ്പൊ അത് വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അത് വാങ്ങിയത്. പക്ഷെ അത് വാങ്ങിയപ്പോ എന്റെ ആ വിഷമം പോയി. അതായത് പണ്ടത്തെ എനിക്കിപ്പോ ചിന്തിക്കുമ്പോ ആ ബട്ടർഫ്ലൈ ക്ലിപ്പ് അന്ന് ഇതായത് എനിക്കത് എപ്പോഴെങ്കിലും ഓർമ്മ വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും തലയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്റെ ഉണ്ടായിരുന്നതാ, പക്ഷെ അതിന്റെ ചിറക് ഒടിഞ്ഞതായിരുന്നു, അങ്ങനത്തെ ഒരു ചിന്തയാണ്. ഇപ്പൊ എന്ന് പറയുമ്പോൾ അതെന്റെ കയ്യിലുണ്ട്. ഞാൻ ഇടയ്ക്ക് വെറുതെ വീട്ടിലൊക്കെ നടക്കുമ്പോൾ അതിങ്ങനെ തലയിൽ കുത്തിയൊക്കെ നടക്കും. ഓക്കെ, ഞാൻ വീടിന്റെ ഉള്ളിലാണല്ലോ, അപ്പൊ അത് ആരും അങ്ങനെ കാണാനൊന്നും പോകുന്നില്ല. പുറത്ത് പോകുമ്പോഴും വേണമെങ്കിൽ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളത് ചെയ്യണം. നമുക്ക് ചെറിയ കാര്യങ്ങളായിരിക്കും, നമ്മൾ വിചാരിക്കും നിസ്സാരമാണ് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ പോലും അറിയാൻ ഒരു ദീർഘശ്വാസം എടുത്ത് പോകുന്നത് നമ്മൾ അറിയും. നമുക്ക് വല്ലാതൊരു റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യും. അതാ ചില വൂൺസ്, ചില മുറിവുകൾ നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെ കാണുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, അത് വാങ്ങുക, ഉപയോഗിക്കുക. ഓക്കെ, മറ്റുള്ളവർ എന്താ വെച്ചാൽ പറയട്ടെ. അതുപോലെ പാസ്റ്റിനെ കുറിച്ച് കഴിവതും മെൻഷൻ ചെയ്യാതിരിക്കുക. പക്ഷെ എപ്പോഴെങ്കിലും മെൻഷൻ ചെയ്യേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ നല്ല കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാലത്തിലെ നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക. ഇത്രയും നാൾ നിങ്ങൾ അപ്പൊ കഴിഞ്ഞു പോയ കാലത്തിൽ സംഭവിച്ച വിഷമങ്ങള്, കഷ്ടപ്പാടുകൾ, അതൊക്കെയല്ലേ ഓർക്കണേ. അപ്പൊ സെപ്റ്റംബർ മാസത്തിൽ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ള, കഴിഞ്ഞു പോയ കാലത്ത് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം നൽകിയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഫോക്കസ് ചെയ്യാം. പിന്നെ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കാൻ പറയുന്നു. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സെപ്റ്റംബർ മാസത്തിൽ നടക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ, മാറ്റം കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതുവരെയുള്ള ജീവിതമായിരിക്കില്ല അതിനുശേഷം. അങ്ങനത്തെ കാര്യങ്ങളാണ് സംഭവിക്കുക. അത് സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനോ അതിനെ അവോയ്ഡ് ചെയ്യാനോ ശ്രമിക്കാതെ അതിനെ സ്വീകരിക്കുക. ഓക്കെ, സറണ്ടർ ചെയ്യുക. കാരണം അത് ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നതാണ്. അതിന് അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകുള്ളൂ എന്നൊരു വിശ്വാസം വേണം. യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലതാണ് കൊണ്ടുവരുന്നത് എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ ആസ്പെക്റ്റിലായിരിക്കട്ടെ ഈ പറയണേ. പ്രത്യേകിച്ച് നിങ്ങൾ എന്താ പറയാ, സോളിറ്റ്യൂഡ് അത്രയും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, ഒരു സിംഗിൾ സോൾ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ലൈഫിലേക്ക് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ ഓക്കെ വരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം ചിലപ്പോൾ നിങ്ങളൊരു യാത്ര ഒക്കെ ചെയ്യാം ഈ സെപ്റ്റംബർ മാസത്തിൽ. അതിലൂടെ ആവാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു സ്പീഡാണ് കാണിക്കുന്നത്. വളരെ സ്പീഡില് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സമയം കൂടെ എന്നുള്ള പോലെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് സെപ്റ്റംബർ മാസത്തില്. അപ്പൊ അതിൽ നിന്ന് ഓടി ഒളിക്കാതിരിക്കുക. ഓക്കെ, മനസ്സിലാക്കേണ്ടത് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂണിവേഴ്സ് സയൻസ് തരുന്നതാണ്, ഇതാണ് നിങ്ങളുടെ ആള് എന്നുള്ളത്. ഓക്കെ, അപ്പോ അത് എംബ്രേസ് ചെയ്യുക. കാരണം അത് സമയമായിട്ടുണ്ട്, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട സമയമായിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിക്കണേ. ഓക്കെ, അപ്പൊ ആ സോളിറ്റ്യൂഡിന് അവിടെ ഒരു അവസാനം വരികയാണ്. അത് നിങ്ങൾ അംഗീകരിക്കണം. അവിടെ ഓവർ തിങ്ക് ചെയ്ത് പേടിച്ച് ഈ പ്രശ്നമാവോ, ഞാൻ തയ്യാറായിട്ടില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിലെ ഒരു എന്താ പറയാ, നിങ്ങൾ കാരണം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണെന്ന് കേൾക്കുന്നു, അത് സംഭവിക്കേണ്ടതാണ്, അതിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റില്ല. ഓക്കെ,
അപ്പോൾ അത് അങ്ങോട്ട് അംഗീകരിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസസ്. അപ്പോൾ ഈ ഗൈഡൻസസ് കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം വളരെ മികച്ചതാക്കാൻ സാധിക്കും. റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ റീഡിംഗ് ഈ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ റീച്ച് കൂട്ടുന്നതിന് സഹായിക്കാനും ഞാൻ നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറിൽ കോളുകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. വാട്സപ്പിലൂടെ മെസ്സേജ് വഴി മാത്രം കോൺടാക്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. നിങ്ങൾക്ക് വളരെ മികച്ച ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സെപ്റ്റംബർ മാസം ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3 നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ സെപ്റ്റംബർ മാസം മികച്ചതാക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ സെപ്റ്റംബർ മാസം മികച്ചതാക്കുന്നതിന് എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. Clarify the Knight of Wheels. Six of Swords. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എല്ലാത്തിനും ഉപരി മനസ്സമാധാനം നിറഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷൻസും അതിൻ്റെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ സമാധാനം നിറഞ്ഞ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതം. അങ്ങനെയായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. കാരണം എല്ലാത്തിനും ഉപരി നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായാലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സമാധാനം നിറഞ്ഞൊരു ജീവിതമാണ്. അതില്ലെങ്കിൽ, ആ മനസ്സമാധാനം ഇല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളോട് അതാണ് പറയണേ, നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മനസ്സമാധാനം നിറഞ്ഞ ജീവിതം എന്നുള്ളതായിരിക്കണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. ആ ലക്ഷ്യത്തിനെ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഓരോ ആക്ഷൻസ് എടുക്കേണ്ടത്. ആ ഇന്റൻഷൻ വെച്ചുകൊണ്ട് വേണം ഓരോ ആക്ഷൻസ് എടുക്കേണ്ടത്, ഓരോ ഡിസിഷൻസ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ ക്ഷമയോടെ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും ധൃതി വെച്ച് പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഓക്കെ, ആ ഒരു എന്താ പറയാ, ഒരു മൊമെന്റിൽ തോന്നുന്ന രീതിയിൽ ഒന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. കൃത്യമായി ചിന്തിച്ച് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ട് മാത്രം ഒരു തീരുമാനത്തിലെത്തുക. പിന്നെ ലൈഫിൽ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആകാൻ പറയുന്നു. ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. ഓക്കെ, എണീക്കുന്നതൊക്കെ കൃത്യം ഒരു സമയമാക്കുക. അതുപോലെ കിടക്കുന്നതിനും ഒരു സമയം കൊണ്ടുവരിക. എല്ലാ ദിവസവും ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്ക്രീൻ ടൈം കുറയ്ക്കുക. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിത രീതി ഫോളോ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് കഴിവതും നിങ്ങൾ മാറി നിൽക്കുക. അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ കൂടുതൽ അട്രാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് തോട്ട്സിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ നെഗറ്റീവ് തോട്ട്സ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അതിൽ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്യാൻ എന്താ പറയാ, നിങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക ഈ ഒരു മാസം. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ, അതാണ് പറയുന്നത്, നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ലൈഫിൽ വരുന്ന മാറ്റങ്ങളെ, ഓക്കെ, സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റങ്ങളെ വരുന്നത് പോലെ സ്വീകരിക്കുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ സെപ്റ്റംബർ മാസം നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കുക. അതിനെ സ്വീകരിക്കുക. എങ്ങനെ വരുന്നു, എപ്പോൾ വരുന്നു എന്നുള്ളതിലൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിലാണ് അത് വരിക എന്ന് മനസ്സിലാക്കുക, അതിനെ സ്വീകരിക്കുക.
നിങ്ങൾക്ക് അർഹിക്കപ്പെടുന്ന നിങ്ങൾക്ക് അർഹതയുള്ള ഒരു വിഷ് ഫുൾഫിൽമെന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ. അപ്പൊ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാൽ ആ ഒരു വിഷ് ഫുൾഫിൽമെന്റ് കൃത്യമായിട്ട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ നടക്കുന്നതിനായിട്ട് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ ആയിരിക്കാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് ചെറിയ നല്ല കാര്യം സംഭവിച്ചാലും അപ്പൊ തന്നെ യൂണിവേഴ്സിനോട് നന്ദി പറയാം, അല്ലെങ്കിൽ ഈശ്വരനോട് നന്ദി പറയാം. അപ്പൊ നിങ്ങൾ ആരെയാണോ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്പിരിച്വലി, ഓക്കെ, ആ ഒരു ശക്തിയോട് വേണം നിങ്ങൾ നന്ദി പറയാനായിട്ട്. ആ ഒരു ശക്തിനെ ജനറൽ ആയിട്ട് പറയുന്ന ഒരു ടേം ആണ് യൂണിവേഴ്സ് എന്ന്. ഓക്കെ, കാരണം പലരും പല പേരുകളിലാണ് ആ ശക്തിയെ വിളിക്കുന്നത്. പക്ഷെ അതൊരു പ്രപഞ്ച ശക്തിയാണെന്നും അതിന്റെ എന്താ പറയണ്ടേ ഓരോ ഫോം ആണ്. ഓക്കെ, അതിന്റെ തന്നെ ഓരോ വേരിയേഷൻ ആണ് പല പേരുകളിലിട്ട് നമ്മൾ വിളിക്കുന്നത് എന്നും കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കാം, പക്ഷെ കുറെ പേർക്ക് അത് അറിയാത്തതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രത്യേക പേര് പറയാതെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ വിശ്വസിക്കുന്ന ശക്തിയോട് നന്ദി പറയുക. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ ആലോചിക്കണം, ഈ പാട്ടൊന്ന് കേട്ട് കുറെ നാളായ പാട്ട് കേട്ടിട്ട് എന്ന് വിചാരിച്ച് ചിലപ്പോൾ നിങ്ങൾ പോയി നിങ്ങളുടെ ഫോൺ എടുത്ത് ജസ്റ്റ് നോക്കുമ്പോഴോ അല്ലെങ്കിൽ TV വെക്കുമ്പോഴോ ആ പാട്ട് ഇങ്ങനെ വരിക. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതാണെന്ന് കേൾക്കണമെന്ന് അതപ്പൊ സംഭവിച്ചു. ഓക്കെ, അത് നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് യൂണിവേഴ്സ് ആണ്. അപ്പൊ യൂണിവേഴ്സിനോട് അവിടെ നന്ദി പറയാം. ഞാൻ ഇത് കേൾക്കാൻ ആഗ്രഹിച്ച പാട്ടാണ്, എനിക്ക് കേൾപ്പിച്ചു തന്നതിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ചിലപ്പോൾ ചില ഒരു വളരെ വല്ല സ്വീറ്റ്, എന്തെങ്കിലും ഒരു സ്വീറ്റ് കുറെ നാളായാലും അത് കഴിച്ചിട്ട് എന്ന് വിചാരിക്കുന്ന സമയത്ത് ആരെങ്കിലും ആ സ്വീറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരിക, അതും അഗെയിൻ അത് യൂണിവേഴ്സിന്റെ ഒരു കളിയാണെന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സ് ആണ് അവിടെ ആ വ്യക്തിയെ കൊണ്ട് നിങ്ങളിലേക്ക് ആ ഒരു സ്വീറ്റ് എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ യൂണിവേഴ്സിനോട് നന്ദി പറയാം. അങ്ങനെ അത്രയും ചെറിയ കാര്യങ്ങൾക്ക് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ നല്ല സംഭവങ്ങൾക്കും നല്ല അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് നിർബന്ധമായിട്ടും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റിൽ നിങ്ങൾ സെപ്റ്റംബർ മാസത്തിലായിരിക്കണം. അതിന് കോംപ്രമൈസ് ഇല്ല കേട്ടോ. 2 ദിവസം ചെയ്തിട്ട് 3-ാമത്തെ ദിവസം ചെയ്യാണ്ടിരുന്നാലേ ശരിയാവില്ല. അപ്പോഴാണ് ആ 2 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം, എന്തെന്നില്ലാത്തൊരു സന്തോഷം, സംതൃപ്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതിനെല്ലാം നിങ്ങൾ തയ്യാറാണെന്ന് മനസ്സിലാക്കി വളരെ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ആ മാറ്റങ്ങളെ എംബ്രേസ് ചെയ്യുക, സ്വീകരിക്കുക. ഓക്കെ, 2 കൈ നീട്ടി സ്വീകരിക്കുക. നിങ്ങൾ അതിന് തയ്യാറാണ്. ആ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കാനും അതിലായിരിക്കാനും നിങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി റെഡി ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആ ഒരു മാറ്റം സംഭവിച്ചത് എന്നും കൂടെ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. ഒരു പീപ്പിൾ പ്ലീസ് ടെൻഡൻസി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോളൂ, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ചില ആളുകൾ ചെയ്യുന്നതാണ്. അവരുടെ സ്വഭാവം ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന കാര്യത്തോട് ഒട്ടും അവർക്ക് ചേർച്ച ഉണ്ടാവില്ല. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ശരിയാണ്, ഞാൻ ഇതിനെ തന്നെയാണ് വിശ്വസിക്കണേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെയാണ് ഈ പീപ്പിൾ പ്ലീസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോ പറയാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളോട് അങ്ങനെ ആവരുത് എന്ന് പറയുന്നു. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള അവസരങ്ങളോ ബന്ധങ്ങളോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടില്ല. ഓക്കെ, പിന്നെ അവസാനം കിട്ടിയിട്ടുള്ളത് 10 of Pentacles ആണ്. ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഒരു കാര്യമായ ഒരു വിജയം, സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു പേര് പ്രശസ്തി, അങ്ങനെ ഒരു നേട്ടത്തിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശസ്തിയുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടമുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കുടുംബത്തിൽ തന്നെ ഒരു സാമ്പത്തിക ഭദ്രത കൊണ്ടുവരാൻ സഹായിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ വിജയമാണ്. നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഒരു കാരണവശാലും ഭാഗ്യാണ്, ദൈവാധീനാണ്, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടാനേ പോണില്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ, ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ട് ഡെഫിനറ്റ്ലി. പക്ഷേ അവിടെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുമുണ്ട്. രണ്ടും കൂടിയപ്പോഴാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ചുറ്റുമുള്ളവർ ഇപ്പൊ ഞാൻ അഥവാ ഭാഗ്യം കൊണ്ട് കിട്ടിയതാ, സാധാരണ ഇതൊന്നും ആർക്കും അങ്ങനെ കിട്ടുന്നില്ല, അങ്ങനെയൊന്നും കിട്ടില്ല, നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യാണ് കേട്ടോ എന്നൊക്കെ ചിലപ്പോൾ പറയട്ടെ. നമ്മൾ അവിടെ തിരുത്താൻ പോണ്ട. ഓക്കെ, ഭാഗ്യം മാത്രമൊന്നുമല്ല, ഞാൻ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാലോ, ചില ആളുകളുടെ അടുത്ത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ചില ആളുകൾ പറയട്ടെ, അവര് പറഞ്ഞോട്ടെ. ഓക്കെ, അവരങ്ങ് പറഞ്ഞു പോകട്ടെ. നമുക്കിപ്പോ എന്തിനാണ് നമ്മൾ ആ എനർജിയിലേക്ക് പോകണ്ട. ഓക്കെ, അവരെ ആശ്വസിക്കാണെന്ന് മനസ്സിലാക്കൂ. അവർ സ്വയം ആശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം ഉണ്ടായത് നിങ്ങളുടെ കഷ്ടപ്പാടുകൊണ്ടൊന്നുമല്ല, അവർക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്.
എന്താ അങ്ങനെ ഇപ്പൊ കഷ്ടപ്പെട്ട് കിട്ടാനൊന്നും പോണില്ല. കാരണം അവർക്ക് ഒരു ഉള്ളിന്റെ ഉള്ളിൽ അയ്യോ ഇനി അതങ്ങനെ അവര് പരിശ്രമിച്ച് നേടിയതാണോ? ഇവർക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ? മനസ്സിലായോ? ബേസിക്കലി ഒരു അസൂയ. അത്രേ ഉള്ളൂ. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. മൈൻഡ് ചെയ്യണ്ട. ഓക്കെ. ബി ദ ബിഗർ പേഴ്സൺ. അപ്പൊ നമ്മളവിടെ മൈൻഡ് ചെയ്യേണ്ട. അത് ബാലിശമായ ഒരു ചെറിയ അസൂയ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ വിട്ട് കളയുക. ഓക്കെ. അത് നമ്മുടെ സന്തോഷത്തിന് അത് കോട്ടം തട്ടാനായിട്ട് ഇടവരുത്തരുത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങള്, മാർഗനിർദ്ദേശങ്ങള്. ഇത് കൃത്യമായി ഫോളോ ചെയ്താൽ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് വളരെ മികച്ചതായിട്ട് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി അതുപോലെ ഈ റീഡിംഗ് ഹൈപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. ആ ഹൈപ്പ് ബട്ടൺ നിങ്ങൾക്ക് താഴെ തന്നെ കാണാൻ പറ്റും. ഓക്കെ. ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ചെലവുകളും ഇല്ല. പക്ഷേ ഈ വീഡിയോയ്ക്ക് അത് ഒരുപാട് ഉപകാരമായിരിക്കും. ചന്ദ്രകന്ത ടാരോ എന്ന യൂട്യൂബ് ചാനലിലും അത് ഒരുപാട് ഉപകാരം ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വ്യക്തിഗത റീഡിംഗ്, പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് വളരെ മികച്ച സന്തോഷം നിറഞ്ഞ ഒരു സുന്ദരമായ ഒരു സെപ്റ്റംബർ മാസം ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു.